നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഭീകരൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ ചിലരുടെ ചങ്ക് കത്തുന്നു. മീഡിയ വണ്ണിൽ ഹനിയയെ പൊക്കിയടിച്ചുള്ള വീരകഥകൾ, ഇസ്രയേലിന്റെ നാശം തുടങ്ങിയെന്നൊക്കെയാണ് ചർച്ച. മലയാളി പുളിച്ച തെറി വിളിക്കുകയാണ് മീഡിയ വണ്ണിനെ. അവർക്ക് വയനാട് ദുരന്തത്തെക്കാൾ വേദന ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതാണ്. ഇപ്പോൾ മലയാളികളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഇല്ല മരിക്കുന്നില്ല, ഹനിയ മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം വിളിച്ച് പ്ലക്കാർഡുകളുമായി തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIOയും യുവജന വിഭാഗമായ സോളിഡാരിറ്റിക്കുമൊക്കെ പ്രതിഷേധ പ്രകടനത്തിൽ അങ്ങ് മുന്നിൽ നിന്ന് തിളയ്ക്കുകയാണ്. തൊട്ടയലത്ത് കിടക്കുന്ന വയനാട്ടിൽ ദുരന്തമുണ്ടായതല്ല, അങ്ങ് 4000 കിലോമീറ്റർ അകലെ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ തലവൻ കൊല്ലപ്പെട്ടതാണ് ഇവരുടെ പ്രശ്നം. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വയനാട്ടിലെ ദുരിതത്തിൽ നിറയെ സഹായവും ചെയ്തുകൊണ്ട് ആ ദുരന്ത മുഖത്തുണ്ട്. അവരെ കൂടി പറയിക്കും ഈ സംഘങ്ങൾ. മീഡിയ വണ്ണിൽ ഹനിയയെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വിമർശിച്ച് ശ്രീജിത്ത് പണിക്കർ ഒരു കുറിപ്പിട്ടിരുന്നു. അതിങ്ങനെയാണ്: മീഡിയ ഫണ്ട് അടുപ്പുകല്ല് ചർച്ചയിലെ സുടുകൂട്ടം. 7 കൊല്ലമായി സ്വന്തം നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും സ്വജനതയെ പടച്ചട്ടയാക്കി മറ്റൊരു രാജ്യത്ത് പേടിച്ചൊളിച്ചിരുന്നെങ്കിലും സംഗീത നിശ ആസ്വദിക്കുകയായിരുന്ന നിരപരാധികളായ മനുഷ്യരോടും കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാട്ടിയെങ്കിലും പൂക്കളെയും പുഴകളെയും ചിത്രശലഭങ്ങളെയും സ്നേഹിച്ചിരുന്ന എല്ലാ അർത്ഥത്തിലും ഒരു വിസ്മയമായിരുന്ന പ്രേക്ഷകൻ ഹമാസിക്ക പോയി. ഇതായിരുന്നു കുറിപ്പ്. ശ്രീജിത്ത് പണിക്കർ ഇട്ട ഈ പോസ്റ്റിന് താഴെ വന്ന് മീഡിയ വണ്ണിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് മലയാളികൾ. വലിയ രീതിയിലുള്ള കമന്റുകളാണ് അവരിടുന്നത്. പുളിച്ച തെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിച്ച തെറി. കാരണം ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ മലയാളികൾ. എന്ത് ദുരന്തം വന്നാലും നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്: ഇതിനെയും നമ്മൾ മറികടക്കുമെന്ന്. അത് നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ അതിനിടയിലും ചിലർ കുത്തിത്തിരിപ്പ് കാണിക്കും. അതാണ് ഈ കാണുന്നതൊക്കെ. വയനാടിന് വേണ്ടി ശബ്ദിക്കാനല്ല, അങ്ങ് ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ടതാണ് ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം. കേരളം വയനാട് ദുരന്തത്തെ ഓർത്ത് ദുഃഖിക്കുമ്പോൾ കേരള സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്ത് കേരളത്തിലെ ഹമാസ് ഭീകരവാദികൾക്ക് ഹമാസിക്കയെ ഓർത്ത് കേരളത്തിന്റെ തെരുവിൽ പ്രകടനം നടത്താൻ സാധിച്ചുവെങ്കിൽ കേരളത്തിൽ ഹമാസിന്റെ യൂണിറ്റ് ശക്തമെന്ന് പറയാമെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ത് തരം മനുഷ്യരാണെന്നാണ് മറ്റൊരു കൂട്ടരുടെ കമന്റ്. ഏത് സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഇതിനൊക്കെ ബോധമുണ്ടോ എന്ന് ചോദിക്കുന്ന നിരവധി പേർ. അങ്ങനെ മീഡിയ വൺ ഇപ്പോൾ എയറിലാണ്. ഇടയ്ക്കൊക്കെ വയനാടിനെ ഓർത്തൊന്ന് കരയൂ എന്നാണ് മീഡിയ വണ്ണിന് മലയാളികൾ കൊടുക്കുന്ന ഉപദേശം.